പർവ്വതമലയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. കാട്ടുപാതയും പടിപ്പാതയും കടന്ന് നമ്മൾ കല്ലുപാതയിലെത്തിയിരിക്കുന്നു. കൽപ്പാതയിലൂടെയുള്ള യാത്ര കഠിനമാണ്. മഹാദേവന്റെ അനുമതി നേടിയവർ മാത്രമാണ് പർവ്വതമല കയറാനെത്തുക. എല്ലാ പ്രയാസങ്ങളും അകറ്റി മഹാദേവൻ അവരെ നയിക്കുന്നു. വലിയ വലിയ പാറകളാണ് ഈ വഴിയിൽ ഉടനീളമുള്ളത്. അതുകൊണ്ടാണ് ഈ പാതയ്ക്ക് കല്ലുപാത എന്ന പേര് നൽകിയിരിക്കുന്നത്. കാലത്തിന് മറുപടി നൽകാൻ കഴിയാത്ത ചില ചോദ്യങ്ങളും, ആരോഗ്യസ്ഥിതി മോശമായവർ എങ്ങനെയാണ് ഈ കഠിന പാതകൾ താണ്ടി പർവ്വതമലയ്ക്ക് മുകളിലെ മഹാദേവനരികിൽ എത്തുന്നത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: മഹാദേവന്റെ കൃപാ കടാക്ഷം. പല വലിപ്പത്തിലുള്ള പാറകളാണ്. ആ പാറകൾക്കിടയിലൂടെയാണ് മുകളിലേക്ക് കയറി പോകേണ്ടത്. ഹിമാലയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പർവ്വതമല. അത്യപൂർവ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ദിവ്യമല. മഹാദേവൻ തമിഴ്നാടിന് കനിഞ്ഞേകിയ പുണ്യസ്ഥാനം. ഇവിടെ ഭക്തർക്ക് അസാധ്യമായി ഒന്നുമില്ല. അവർക്ക് രക്ഷാകവചമൊരുക്കി ശ്രീ ഹനുമാനും മഹാദേവൻ. ഓരോ ചുവട് വയ്ക്കുമ്പോഴും കരുത്തരായി ശ്രീ ഹനുമാനും കാരുണ്യസ്പർശവുമായി മഹാദേവനും ഭക്തർക്കൊപ്പമുണ്ട്. നല്ല കയറ്റമാണ്. ഈ പാറകളിൽ ചവിട്ടിയും പാറയ്ക്ക് ഇടയിലുള്ള ചെറിയ ഗ്യാപ്പുകളിലൊക്കെ ചവിട്ടിയാണ് നമ്മൾ മുകളിലേക്ക് കയറുക. തുടർച്ചയായി കയറിപ്പോകാൻ കഴിയില്ല. കുറച്ച് ഇടവിട്ടിടവിട്ട് വിശ്രമിച്ചിട്ടാണ് ഓരോ ഭക്തരും മുകളിലേക്ക് കയറിപ്പോവുക. കൽപ്പാതയിലൂടെയുള്ള യാത്ര അത്ര നിസ്സാരമല്ല. ചെറിയ സംഘങ്ങളായാണ് ഭക്തർ എത്തുക. അതുപോലെ തന്നെ ഈ മലകയറ്റത്തിന്റെ ഇടയിൽ ക്ഷേത്രത്തിൽ എത്തുന്നവരെയുള്ള ദൂരത്ത് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും അവർ ബാഗിൽ കരുതിക്കൊണ്ടാണ് വരിക. ആരെയും തളർത്തുന്ന കൽപ്പാത ജീവിതത്തിലെ ദുഃഖങ്ങളും കഷ്ടങ്ങളുമാണ്. ധീരതയോടെ ഭക്തിയുള്ള മനസ്സോട് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുമെന്ന ജീവിത പാഠം നമ്മൾ കൽപ്പാതയിൽ നിന്ന് പഠിക്കുകയാണ്. ഈ കൽപ്പാതയ്ക്ക് നമ്മൾ മുകളിൽ ക്ഷേത്രം വരെ പോകുന്ന വഴിയിൽ സിദ്ധന്മാരുടെ പല ചെറിയ ആശ്രമങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു ആശ്രമമാണിത്. ഇവിടെ ഏതോ സിദ്ധന്മാർ, മുന്നേറ്റ സന്യാസിമാർ ഇവിടെ താമസിച്ചിരുന്നു. അയ്യപ്പന്റെ വിഗ്രഹമാണ്. ഇവിടെ ഉണ്ടായിരുന്ന സിദ്ധന്മാർ കാലം ചെയ്ത ശേഷവും ആത്മാക്കളായി ഈ മലയിൽ തന്നെ കുടികൊള്ളുന്നതായാണ് വിശ്വാസം. ശുഭചിന്തയോടെ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ച് മുന്നോട്ടു പോയാൽ ജീവിതത്തിൽ നല്ലത് ഭവിക്കുമെന്ന തിരിച്ചറിവ് നൽകുകയാണ് ഭഗവാൻ. പാതയ്ക്ക് ഇരുവശവുമുള്ള മനോഹരമായ കാഴ്ചകളാണ്. ഒരു വശത്ത് വളരെ താഴ്ന്ന കൊക്ക പോലുള്ള പ്രദേശമാണ്. വളരെ വലിയ മരങ്ങളും കാടും ഒക്കെ നിറഞ്ഞ പ്രദേശത്തിന്റെ ഉള്ളിലൂടെയാണ് ഈ പാത. കൽപ്പാതയ്ക്ക് ഇരുവശവും ധാരാളം മരങ്ങളുള്ള നല്ല വനം തന്നെയാണ്.
തളർന്നിരിക്കുമ്പോൾ പറന്നെത്തുന്ന ഇളംകാറ്റ് ഔഷധ സസ്യങ്ങളുടെ കരുത്ത് നമ്മിൽ വന്നു നിറയും. പ്രകൃതിയുടെ കനിവ്, പ്രകൃതിയുടെ കരുതൽ. തുടർച്ചയായി കയറിപ്പോകാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിശ്രമിച്ചിട്ടൊക്കെ തന്നെയാണ് മുകളിലേക്ക് കയറുക. പുണ്യഭൂമി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഗതി നിർണയിക്കുമ്പോൾ വിവരിക്കാനാവാത്തൊരനുഭൂതി നമ്മിൽ വന്ന് നിറയും. പിന്നെ പഞ്ചാക്ഷരിയുടെ മുഴക്കം മാത്രം. ഇവരിങ്ങനെ ശാന്തരായിരിക്കുന്നത് കണ്ടിട്ട് ഇവര് ശാന്തരാണെന്ന് കരുതരുത്. കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം സാധനം, അതേപോലെ തന്നെ വെള്ളക്കുപ്പിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനത് തട്ടിയെടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഈ കാനനപാതയിലൂടെ യാത്ര ചെയ്യുന്നവർ അവർ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ബാഗുകളിൽ സുരക്ഷിതമായി വെച്ചുകൊണ്ടാണ് മല കയറുക. ഇല്ലെങ്കിൽ ഇവരത് തട്ടിയെടുത്തുകൊണ്ട് പോകും. വനത്തിന് നടുവിലൂടെ, പാറകൾക്കിടയിലൂടെ, ഓരോ പാറയ്ക്ക് മുകളിലൂടെയും പാറയ്ക്കിടയിലുള്ള ഗ്യാപ്പുകളും ഒക്കെ തിരഞ്ഞെടുത്താണ് മുകളിലേക്കും താഴേക്കും ഭക്തർ യാത്ര ചെയ്യുക. വളരെ കഷ്ടതയുള്ള യാത്ര തന്നെയാണിത്. മലയും നല്ല കയറ്റമായി. നമ്മൾ ഇനിയിപ്പോൾ 2 പാത കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തും. ശനി ഞായർ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ എത്താറുണ്ട് ഇവിടെ. അല്ലാത്ത ദിവസങ്ങളിൽ തിരക്കർ അല്പം കുറവായിരിക്കും. റോഡിൽ നിന്ന് പ്രധാന കവാടത്തിലെത്തിയാൽ ഈ പ്രദേശം മുഴുവൻ തമിഴ്നാട് വനംവകുപ്പിന്റെ അധീനതയിലുള്ളതാണ്. വളരെയധികം സുരക്ഷാ പരിശോധനകൾക്കൊക്കെ ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തിവിടുക. അതേപോലെ പ്ലാസ്റ്റിക് വസ്തുക്കള്, സാധനങ്ങളൊന്നും ഈ മലയിൽ നിക്ഷേപിക്കാനുള്ള അനുവാദമില്ല. നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളുമെല്ലാം അതിനെല്ലാം നമ്മളുടെ അടുത്തുനിന്ന് ഒരു തുക വാങ്ങുന്നുണ്ട്. അത് മലയിറങ്ങുമ്പോൾ തിരികെ കൊണ്ടു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഫണ്ട് തിരികെ കിട്ടുകയുള്ളൂ. അപ്പോ ഈ പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള ഭംഗവും സംഭവിക്കാത്ത തരത്തിലുള്ള നിയമങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭക്തരും അതിനോട് യോജിച്ചാണ് മുന്നോട്ട് പോവുക. നമുക്ക് ഈ പോകുന്ന പാതയിലൊന്നും അങ്ങനെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് കവറുകളോ ഒന്നും കാണാൻ കഴിയില്ല. കാരണം ഓരോ യാത്ര കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ഭക്തർ അത് കൊണ്ടുപോകണം. അതാണ് ഇവിടുത്തെ നിയമം. ചെറിയ പാറകളല്ല, അല്പം വലിപ്പം കൂടിയ പാറകളൊക്കെ ഉണ്ട്. അതുപോലെ കുത്തന പാറകളുണ്ട്. അതുവഴി കയറേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഒരല്പം കഷ്ടപ്പാടുള്ള യാത്ര തന്നെയാണ്. ഈസി അല്ല ഇതുവഴി പോവുക എന്നത്. കല്ലുപാത അല്പം ബുദ്ധിമുട്ടാണ്. ഇത് ഒരല്പം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പ്രദേശമാണ്. വളരെ കഷ്ടപ്പെട്ട് പിടിച്ചും ഇരുന്നും അള്ളിപ്പിടിച്ചും ഒക്കെ കയറിപ്പോകേണ്ട ഒരു ഭാഗമാണ്. അത്രത്തോളം പാറകൾ ഇങ്ങനെ ചിന്നിച്ചിതറി പല 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 വലിപ്പത്തിലുള്ള പാറകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. തെന്നി വീഴാനുള്ള സാധ്യതകളുണ്ട്. വളരെ ശ്രദ്ധാപൂർവമാണ് ഭക്തർ ഈ വഴിയിലൂടെ പോവുക. കല്ലുപാത അവസാനിക്കാറായിട്ടുണ്ട്. കല്ലുപാത ഇനി കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പിപ്പാതയിലേക്ക് എത്തും. കല്ലുപാത തീർച്ചയായിട്ടും 1.5 മണിക്കൂർ എടുക്കും. അത്രയും ദൂരം കയറി വരാനായിട്ട്. നമ്മളിപ്പോൾ ഇത്രയും വീഡിയോയിൽ കണ്ട ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത്രയും ഭാഗങ്ങളിലൂടെ കടന്നു വരാൻ അതേപോലെ പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. നമ്മൾ ഈ
ഈ അടുക്കടുക്കായിട്ടിട്ടിരിക്കുന്ന പാറകൾക്കിടയിലൂടെയാണ് കയറി വരിക. കഷ്ടമാണ്. കല്ലുപാത അവസാനിച്ചിരിക്കുന്നു, കമ്പിപ്പാത ആരംഭിച്ചിരിക്കുന്നു. ഈ കമ്പിയിൽ പിടിച്ചുകൊണ്ട് വേണം മുകളിലേക്ക് കയറാൻ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുവശത്തുകൂടി കമ്പിയിൽ പിടിച്ച് മുകളിലേക്ക് കയറി പോകാം. അതേപോലെ അതിൻ്റെ എതിർഭാഗത്തുകൂടി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഭക്തർക്ക് ആ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരാം. വളരെ കഷ്ടം ഉള്ള കാര്യമാണ്. കുത്തനെയുള്ള മലയാണ്. അനന്തതയിൽ കുടിയിരിക്കുന്ന അത്ഭുത ശക്തിയെ തേടിയാണ് ഓരോ തീർത്ഥയാത്രയും. മനസ്സുറപ്പിച്ച് മുന്നോട്ട് പോയാൽ ക്ലേശങ്ങൾ എത്ര നിസ്സാരം. ധാരാളം മരങ്ങൾക്കും നടുവിലൂടെയാണ് ഈ പാത. വളരെ ബലവത്തായ കമ്പിയാണ്. ആ കമ്പിയിൽ പിടിച്ച് മുകളിലേക്കും താഴേക്കും പോകണം നമ്മൾ. അപ്പോഴാണ് ഈ മല കയറാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പാതയ്ക്ക് കമ്പിപ്പാത എന്ന പേര് നൽകിയിരിക്കുന്നത്. ഓരോ പാത ആരംഭിക്കുമ്പോഴും അവിടെ ഒരു ത്രിശൂലം സ്ഥാപിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. ആകാശത്തെ തൊട്ടുരുമി മലമുകളിൽ നിലകൊള്ളുന്ന അത്ഭുത ക്ഷേത്രത്തെ, ഭസ്മത്തിൽ പൊതിഞ്ഞ ശിവലിംഗം, കാരുണ്യമൂർത്തി മഹാദേവൻ, ആ അപൂർവ ദർശനത്തിനായി ഓരോ ചുവട് മുന്നോട്ട്. മഹാദേവ കാക്കണം എല്ലാവരെയും. വളരെ പെട്ടെന്ന്, കാരണം ഒരു കുത്തനെയുള്ള മലയാണ്. നമ്മൾ ഈ കമ്പിയിൽ പിടിച്ചുകൊണ്ട് കയറുകയാണെങ്കിൽ പോലും ഒരല്പം തളർച്ച അനുഭവപ്പെടും. ഇവിടെ കുത്തനെയുള്ള കയറ്റമാണ്. കാരണം നമ്മൾ പർവ്വതമല കയറാൻ വരുമ്പോൾ ആദ്യം കാട്ടുപാത, ഇത് മാത്രമേ ഉള്ളൂ നിരപ്പായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിപ്പാതയാണ്. 2263 പടികളുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ചു മുമ്പ് കണ്ട കൽപ്പാതയാണ്. അതിനുശേഷമാണ് ഈ കമ്പിപ്പാത. ഇനിയും നമുക്ക് 2 പാതകൾ കൂടി കയറാൻ. കട്ടിപ്പാറ പാതയും അതുപോലെ തന്നെ ആകാശപാതയും. വളരെ അധികം അപകടം നിറഞ്ഞ 2 പാതകൾ. അപ്പോൾ കമ്പിപ്പാത ഇവിടെ അവസാനിക്കുകയാണ്. ആ ഭാഗത്തുള്ള പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങ് അകലെയുള്ള മലനിരകൾ, തൊട്ടരികിൽ നിൽക്കുന്ന ഒരു മലയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണം. മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് നന്ദി. നമസ്തേ. വണക്കം.